മലയാള സിനിമയിൽ സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തമായൊരിടം കണ്ടെത്തിയ നടിയാണ് മെറീന മൈക്കിൾ. മോഡലിംഗിലൂടെയാണ് മെറീന സിനിമയിലെത്തുന്നത്. പിന്നീട് നായികയായും സഹനടിയുമായുമെല്ലാം അഭിനയിച്ച് കൈയടി നേടി. കഴിഞ്ഞ ഒരു അഭിമുഖത്തിനിടെ ഷൈൻ ടോം ചാക്കോയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് മെറീന എഴുന്നേറ്റ് പോയത് വാർത്തയായിരുന്നു. പിന്നീട് താൻ എഴുന്നേറ്റ് പോകാനുണ്ടായ കാരണം വ്യക്തമാക്കി മെറീന രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ താൻ മുൻപൊരു സിനിമയിലെ വേഷം വേണ്ടെന്ന് വെച്ചതിനെ പറ്റി സംസാരിക്കുകയാണ് താരം. ഒരു അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. പോയ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ 2018 വേഷമാണ് മെറീന വേണ്ടെന്ന് വെക്കുന്നത്. 2018 എന്ന സിനിമയിൽ അപർണ ബാലമുരളി ചെയ്ത മാധ്യമപ്രവർത്തകരുടെ കഥാപാത്രം ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഒരു ദിവസം ഷൂട്ടിങ്ങിന് പോയതുമാണ്. സിനിമയിലെ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സീനിൽ ഞാനുണ്ട്. ആ വേഷം സംവിധായകൻ ജൂഡ് ആന്റണിയുമായി വഴക്കിട്ടതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതിൽ എനിക്കൊരു കുറ്റബോധവുമില്ല എന്നാണ് മെറീന പറഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്ന് മെറീന വ്യക്തമാക്കുന്നുണ്ട്. 2018 ഷൂട്ടിംഗ് സമയത്ത് പലതവണയായിട്ട് ഷെഡ്യൂൾ മാറി വന്നു. ആസിഫ് അലിക്ക് പനിയാണെന്നൊക്കെ പല കാരണങ്ങൾ. അതിനു മുൻപ് ഒരു കുഞ്ഞു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു. ഇവർ ഷെഡ്യൂൾ മാറ്റുന്നതനുസരിച്ച് അവരോടും ഞാൻ ഡേറ്റ് മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്നാണ് മെറീന പറയുന്നത്. അതേസമയം അവർ ക്യാമറയും ലൊക്കേഷനും ഒക്കെ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാകും താൻ ഇങ്ങനെ മാറ്റി പറയുന്നതെന്നാണ് മെറീന ചൂണ്ടിക്കാട്ടിയത്. മുൻനിര നായികമാരുടെ ഡേറ്റ് കിട്ടാനായിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഡേറ്റിൽ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക എന്നവർ ചോദിച്ചുവെന്നും താരം പറയുന്നു. ഒടുവിൽ 2018 അസോസിയേറ്റ് ഡയറക്ടറോട് ഞാൻ വളരെ വിനയത്തോടെ കാര്യം അന്വേഷിച്ചു. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിയിച്ചുവെന്നും മെറീന പറഞ്ഞു. എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു എന്നാണ് മെറീന പറഞ്ഞത്. ജൂഡേട്ടന്റെ ഒരു ഓഡിയോ മെസ്സേജാണ് വന്നത്. നിന്നെ വെച്ച് പടം ചെയ്തിട്ട് ബുദ്ധിമുട്ടിലായി, നീ ഡേറ്റ് ക്ലാഷിന്റെ ആളാണെന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്ന ഓഡിയോ. ചേട്ടാ, അല്പം സെൽഫ് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു സൂപ്പർ സ്റ്റാറിന്റെ തലക്കനത്തോടെ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വരില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെയാണല്ലോ ചേട്ടൻ പെരുമാറുന്നതെന്ന് പറഞ്ഞു. കാസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ പണിയില്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ എന്ന് ജൂഡ് ചോദിച്ചു എന്നാണ് മെറീന പറയുന്നത്. ഒരാൾക്ക് എല്ലായ്പ്പോഴും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ, ചായ ഇടാനെങ്കിലും എഴുന്നേൽക്കുമല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നായിരുന്നു അതിന് മെറീന നൽകിയ മറുപടി. കൂടാതെ ഈ പ്രൊജക്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്നും ഒഴിവായെന്നും മെറീന പറഞ്ഞു. അതേസമയം ആ തീരുമാനം ഭാവിയിൽ എന്റെ കരിയറിനെ ബാധിക്കുമോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും തനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ലെന്നും മെറീന വ്യക്തമാക്കി. എനിക്കുള്ളതാണെങ്കിൽ എന്നെ തേടി വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നാണ് മെറീന പറയുന്നത്. ജൂഡ് ഏത് പൊസിഷനിലിരിക്കുന്ന ആളുമായിക്കോട്ടെ, അങ്ങനെ അദ്ദേഹം ആരോടും സംസാരിക്കാൻ പാടില്ല എന്നാണ് മെറീന പറഞ്ഞത്. മറ്റൊരാൾ തെറ്റായിട്ടാണോ സംസാരിച്ചെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാൻ, അത്രമാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എനിക്കത് ശരിയായി തോന്നിയില്ല, അതുകൊണ്ട് പിന്മാറി. എന്തിനും വിട്ടുവീഴ്ച ചെയ്യണമെന്നത് എന്റെ വ്യവസ്ഥയല്ലെന്നും മെറീന വ്യക്തമാക്കി. നേരത്തെ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിനിടെയാണ് മെറീനയും ഷൈനും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത്. താൻ മുൻപ് അഭിനയിച്ചൊരു സിനിമയുടെ സെറ്റിൽ നേരിട്ട വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മെറീന. എന്നാൽ ഷൈൻ ഇടപെടുകയും മെറീനയെ സംസാരിക്കാൻ അനുവദിക്കാതെ പ്രതികരിക്കുകയും ചെയ്തു. ഇതോടെയാണ് താരം എഴുന്നേറ്റ് പോകുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ നടന്നത് വിശദമാക്കി മെറീന രംഗത്തെത്തിയിരുന്നു.